ഗുഡ് മോർണിംഗ്, ഷിജോ സെക്രട്ടറിയാണ്. വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ എഞ്ചിനീയറിംഗിന്റെ ഒരു ഹാങ് ഓവർ കഴിഞ്ഞിട്ട് ആൾക്കാർ പുതിയ കോഴ്സുകളെ കുറിച്ച് പറയുന്നത് വളരെ സന്തോഷമായിട്ട് കേൾക്കുന്നുണ്ട്. അത് റെസ്പോൺസ് വരുന്നുണ്ട്. എന്നാലും ഇനിയും ഈ പറയുന്ന ടെക്നിക്കൽ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എങ്കിലും അടുത്ത 1-2 ആഴ്ച കൊണ്ട് നമുക്ക് ജനറലായിട്ട് പോകാൻ പറ്റുന്ന കോഴ്സുകൾ തന്നെയായിരിക്കും പറയുക. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന അടുത്ത ഒരു വർഷം ഇന്ത്യക്ക് വെളിയിലേക്കുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി തരണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. ചെറിയ ആൾക്കാരൊക്കെ നേരിട്ട് കാണാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് രണ്ടും എനിക്കും നിങ്ങൾക്കും സമയമുള്ള സമയത്താണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നമ്പറുകൾ എന്താണോ ആ നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും നമുക്ക് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ജേർണലിസം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. അത് മീഡിയ റിലേറ്റഡ് ആണ്. മാസ് കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്കറിയാം, കോഴ്സുകളുടെ പേര് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ അതിൽ പലതിൻ്റെയും സൈഡിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ ജേർണലിസം എന്നതിനേക്കാളും കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പൊതുസമൂഹത്തെ അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ എങ്ങനെയാണോ അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണോ എന്ന് പഠിപ്പിക്കുന്ന ഒരു പഠനശാഖയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുമ്പോൾ അത് TV ചാനലുകളാവാം, അല്ലെങ്കിൽ TV ഷോകളായിരിക്കാം, റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കാം, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ ഫിലിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഇതിൻ്റെ ഒരു റേഞ്ച് വളരെ വലുതാണ്. അപ്പൊ ഈ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട്, ജേർണലിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി വിശാലമായ മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ. അതിനെന്താ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഈ മേഖലകളിലൊക്കെ ഒരു ജേർണലിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ വൈഡ് ആംഗിളിൽ കാണാനും വൈഡ് ആംഗിളിൽ കാര്യങ്ങൾ പഠിക്കാനും പറ്റുന്ന ഒരു മേഖലയായിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ മേഖല നിങ്ങൾ കാണുക. അതാണ് ഇതിനകത്ത് ശരിയായ കാര്യം. നമുക്കറിയാം, നമുക്കിന്ന് ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ ആയിട്ടും ഓൺലൈനായിട്ടും ധാരാളം ബുക്സുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ബുക്ക് പബ്ലിഷിംഗുമായി ബന്ധപ്പെട്ട കമ്പനികൾ, ബുക്ക് പബ്ലിഷിംഗ് മേഖല, അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട മേഖല, ഇതെല്ലാം ഈ പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷന്റെ കീഴിൽ വരുന്നതാണ്. ഈ പറയുന്ന മാധ്യമങ്ങളിലെല്ലാം, നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ മാധ്യമങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നൽകുക, വാർത്തകൾ നൽകുക, പരസ്യം നൽകുക എന്നൊക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ആൾക്കാർ ചെയ്യേണ്ട ജോലി. റിപ്പോർട്ടിംഗ്, ന്യൂസ് റീഡിംഗ്, കോളമിസ്റ്റ്, ആങ്കറിംഗ്, റേഡിയോ ജോക്കി, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, പ്രൊഡക്ഷൻ, ആക്ടിംഗ്, വെബ് ജേർണലിസം, സോഷ്യൽ മീഡിയ തുടങ്ങിയ സ്ട്രീമുകളുടെ പരമ്പരയാണ് ഈ പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിലുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കൊരു ന്യൂസ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സാണ് നല്ലത്. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെന്താണ്, നമുക്ക് പ്രൊഡക്ഷനിലേക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ടോ അഭിനേതാവായിട്ടോ നമുക്ക് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ ഇനി നമ്മുടെ വെബ് സീരീസുകളിൽ, സോഷ്യൽ മീഡിയാസിൽ, വെബ് ജേർണലിസത്തിൽ ഒക്കെ ഇതിനകത്ത് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ജേർണലിസം കോഴ്സുമായി ഇതിനെ കുറച്ച് വ്യത്യാസപ്പെടുത്തുന്ന കാര്യം അതാണ്. എനിക്ക് നല്ല ആങ്കറായിട്ട് മാറണം. ഏത് കോഴ്സാണ് നല്ലത്? ഈ പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സാണ് നല്ലത്. ഇനി നമുക്കത് ഏതൊക്കെ കോഴ്സുകളുണ്ട്, എവിടെയൊക്കെ ഉണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. കോഴ്സുകൾക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. 45 മാർക്ക് തുടങ്ങി നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. അത്യാവശ്യം ഈ മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കാൻ സാധ്യതയുള്ള, ആപ്റ്റിറ്റ്യൂഡുള്ള, അതുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നല്ലത്. കലാപരമായ കഴിവുകൾ കുറച്ചൊക്കെ മനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ഉചിതമായിരിക്കും. ബേസിക് കോഴ്സ് BA മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സാണ്. വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സാണ്. അല്ലെങ്കിൽ BBA മാസ് മീഡിയ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ്.
ഇതിലൊക്കെ സിലബസ് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ തന്നെ MA കോഴ്സ് അവൈലബിൾ ആണ്. MA കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം കോഴ്സ് അവൈലബിൾ ആണ്. MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അവൈലബിൾ ആണ്. MA മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ BA മാസ് കമ്മ്യൂണിക്കേഷന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ആയിട്ടുള്ള MA മാസ് കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ മാസ് മീഡിയ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സും അവൈലബിൾ ആണ്. ഇതിന് PG ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പം എന്ത് സംഭവിക്കണം, നമ്മൾ സാധാരണ രീതിയിൽ ജേർണലിസം കോഴ്സുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് PG ജേർണലിസം പഠിച്ചാലും നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്ന ആൾക്കാർ സാധിക്കുന്നിടത്തോളം അത് PGയും ഡിഗ്രിയും എന്ന് പറഞ്ഞാൽ ഡിഗ്രിയും PGയും മാസ് കമ്മ്യൂണിക്കേഷൻ തന്നെ പഠിക്കാനായിട്ട് നോക്കണം. അതാണ് കുറച്ച് നന്നായിരിക്കുക. കാരണം അതിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. കോളേജുകൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കോളേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അണ്ണാമല യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ് ചെന്നൈയിൽ. അതുപോലെ തന്നെ ചെന്നൈയിലെ മധുരകാമല യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. മറ്റ് ആസാം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇഗ്നോ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഈ കോഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിലും ധാരാളം കോളേജുകളുണ്ട്. മീഡിയ അല്ലെങ്കിൽ ടെലിവിഷൻ മീഡിയ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ സപ്പോർട്ട് ചെയ്യുന്ന ചില കോഴ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് കോഴ്സിൽ പോകണമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു വലിയ മേഖലയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ജേർണലിസം എന്ന് പറയുന്ന അത് കുറച്ചുകൂടെ ഒതുങ്ങിയൊരു മേഖലയാണെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള മേഖലയാണ്. ഓപ്പർച്യൂണിറ്റി നന്നായിട്ടുണ്ട്. അതിനകത്ത് എനിക്കുള്ള ഇൻട്രസ്റ്റ് ആണ് പ്രധാനപ്പെട്ടത്. എനിക്ക് എന്തുമാത്രം ഈ മേഖലയിലെ ഏത് തരം ജോലിയാണ് എനിക്ക് സാധ്യതയുള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒന്ന് ട്രൈ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഈ പറയുന്ന മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ ഇത് പരിചയപ്പെടാൻ ശ്രമിക്കുക. ആരെങ്കിലും ആണെങ്കിൽ അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. എല്ലാ ആശംസകളും നേരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.